effects of weather. Weather affects the food we eat. We already discussed it in our previous class. And once again, weather affects the food we eat, the clothes we wear, and the things we do. നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ ധരിക്കുന്ന ഡ്രസ്സും ഒക്കെ എന്താണ് നമ്മുടെ കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തിട്ട കാര്യങ്ങളാണ് അല്ലേ. നമ്മളെപ്പോഴും ഡ്രസ്സ് ഉപയോഗിക്കുമ്പോഴും ഒക്കെ കാലാവസ്ഥയ്ക്ക് സ്യൂട്ട് ആവുന്ന ഡ്രസ്സുകളാണ് നമ്മൾ എപ്പോഴും വെയർ ചെയ്യുക. Hot winds, we already studied about hot winds called Loo. Loo can cause death during summer. ചൂട് കാലത്തുള്ള മരണത്തിന് കാരണമാകും ലൂ എന്ന് പറയുന്ന കാറ്റ് അല്ലെ. ചൂട് കാറ്റ് ഉണ്ടാവുമ്പോൾ ചില ആളുകളുടെ മരണത്തിന് പോലും അത് കാരണമാകും. Then during the rainy season, flies and mosquitoes breed and spread diseases like cholera and malaria. We know that മഴക്കാലത്താണ് ഇങ്ങനെ കൊതുകുകളും ഈച്ചകളും ഒക്കെ മുട്ടയിട്ട് പെറ്റുപെരുകി അസുഖങ്ങൾക്കൊക്കെ കാരണമാവുന്നത് എപ്പോഴാണ്? ഈ റെയിനി സീസണിലാണ്. Then changes in weather conditions give rise to season. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്താണ്? അതിന് സീസൺ ആയിട്ട് പറയുന്നു അല്ലെ. കാലാവസ്ഥയിൽ എപ്പോഴും വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ സീസണിൽ അത് അഫക്റ്റ് ചെയ്യുന്നു. Then it decides the type of house people should live in and the food they should eat. ഈ സീസൺ ഓരോ സ്ഥലത്തും ഏത് സീസൺ ആണ്, എങ്ങനെയാണ് അവിടുത്തെ കാലാവസ്ഥ എന്നുള്ളതാണ് നമ്മൾ താമസിക്കുന്ന ഹൗസിനെയും നമ്മുടെ ഭക്ഷണത്തിനെയും നമ്മുടെ ഫുഡിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. Roofs of houses are built according to the weather of a place. വീടിന്റെ റൂഫ്, വീടിന്റെ മേൽക്കൂര നമ്മൾ എങ്ങനെയാണ് ആ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, വീടിന്റെ മേൽക്കൂര നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ. Then roofs may be flat or sloping. ഫ്ലാറ്റ് ആയ റൂഫും ആകാം, സ്ലോപ്പിംഗ് ഉള്ള റൂഫും ആകാം. സ്ലോപ്പിംഗ് റൂഫ്സ് ആർ ബിൽഡ് ഇൻ പ്ലേസസ് where it rains and snows a lot. നന്നായി മഴയും മഞ്ഞും ഒക്കെ ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ എന്താണ് കുറച്ച് സ്ലോപ്പിംഗ് ആയിട്ട് വേണം റൂഫ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് ഇറങ്ങി പോവുകയുള്ളൂ. Then the rainwater and snow slide down the roof easily. In places where it rains a lot, people grow and eat rice. ആളുകൾ എന്താണ് നന്നായി മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ ആളുകൾ എന്താണ് നെല്ലും അരിയും ഒക്കെ എന്താണ് അവർ സാധാരണയായിട്ടും കൃഷിയിലേക്കാണ് കൂടുതലായിട്ടും പോവുക എന്നുള്ളതാണ് നമുക്കറിയാം. ഇവിടെ പറഞ്ഞ പോലെ എന്താണ് ഫുഡ് ക്രോപ്സ് അവര് കൃഷി ചെയ്യും, നെല്ലൊക്കെ കൃഷി ചെയ്ത് അതിന്റെ റൈസ് ഒക്കെയാണ് അവർ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത്. This is because rice crops needs a lot of water to grow. എന്താണ് റൈസ് ക്രോപ്സിന് അല്ലെ, ഈ നെല്ലിന് എന്ത് വേണം, നന്നായി വെള്ളം വേണം അല്ലെ. അതിന് നല്ല ക്രോപ്സ് ഉണ്ടാവണമെങ്കിൽ നന്നായിട്ട് വെള്ളവും വേണം. Then our lifestyle varies according to the season of the place we live. നമ്മുടെ ജീവിത രീതി നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുള്ള ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, അവിടുത്തെ സീസണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഫവാസ് ആൻഡ് ജെവിൻ ജേക്കബ്. Jevin, what happened to you? Then next, weather forecast എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത്. Advanced information about weather is called weather forecast. Newspapers, radio and television gives us weather forecast. എന്താണ് advanced information about weather? കാലാവസ്ഥ പ്രവചനം അല്ലെ. അതായത് നമ്മൾ ചിലപ്പോ പത്രത്തിലും ടിവിയിലും എന്താണ് നമ്മുടെ സോഷ്യൽ മീഡിയാസിലും ഒക്കെ കാണാറുണ്ട്, ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ നല്ല മഴയായിരിക്കും, അല്ലെങ്കിൽ ഒരാഴ്ച നല്ല വെയിലായിരിക്കും, ചൂടായിരിക്കും, അല്ലെങ്കിൽ ഇടിയോട് കൂടിയ മഴയുണ്ടാവും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. അത് കാലാവസ്ഥ നിരീക്ഷകര് ഇങ്ങനെ അവരുടെ ടെക്നിക്സ് ഒക്കെ വെച്ചിട്ട്. കേൾക്കാൻ പറ്റുന്നില്ല മക്കളെ? ബെനീറ്റ കേൾക്കുന്നില്ല മോളെ? കേൾക്കാം. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മുടെ കാലാവസ്ഥ നിരീക്ഷിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. നമുക്ക് ഓരോ ഫീൽഡിലും എന്താണ് ഓരോരോ പ്രൊഫഷണലിസ്റ്റും ഒക്കെ ഉണ്ട് അല്ലേ.
അപ്പൊ അവരുടെ എബിലിറ്റീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ വെതറിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകും. ഒരുപാട് ടെക്നിക്സ് ഉണ്ട് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫൗണ്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫെസിലിറ്റീസും ടെക്നിക്സും ഒക്കെ അവൈലബിൾ ആണ്. സോ അവര് ഇതുപോലുള്ള ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എന്താണ് കാലാവസ്ഥയിൽ ഉണ്ടാകാൻ പോകുന്ന ചേഞ്ച് അത് അവർക്ക് അറിയാം അല്ലെ. നമ്മൾ പറയാറുണ്ട് ചിലപ്പോ ഇന്ന് മഴ പെയ്യും എന്ന് നമ്മൾ പറയാറില്ലേ. നമ്മൾ എങ്ങനെയാ പറയുന്നത്? ആകാശത്ത് നോക്കുമ്പോൾ ചിലപ്പോ നല്ല മഴ മൂടലൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ പറയും ഇന്ന് മിക്കവാറും മഴ പെയ്യുന്നു. പക്ഷെ ചിലപ്പോ സംഭവിക്കാം, ചിലപ്പോ എന്താണ് കുറച്ച് കഴിയുമ്പോൾ ആ ക്ലൗഡ്സ് ഒക്കെ പോയിട്ട് നല്ല സൺറൈസ് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ ഇങ്ങനെ വെതർ ചേഞ്ചസ് ഫോർകാസ്റ്റ് ചെയ്യാറുണ്ട് ആളുകൾ. അതിനെ കുറിച്ചാണ് പറയുന്നത്. അഡ്വാൻസ് ഇൻഫർമേഷൻ അബൌട്ട് ദ വെതർ. നമ്മുടെ കാലാവസ്ഥയെ കുറിച്ച് നമുക്ക് മുമ്പേ തന്നെ കിട്ടുന്ന ഇൻഫർമേഷൻസിനെയാണ് വെതർ ഫോർകാസ്റ്റ് എന്ന് പറയാം. ചിലപ്പോ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ലെങ്കിലും കടലിലൊക്കെ പോയി മീൻ പിടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ അവരൊക്കെ പോകുമ്പോ എന്താണ് നേരത്തെ തന്നെ ഈ വെതർ ഫോർകാസ്റ്റ് അവർക്ക് കുറെ യൂസ്ഫുൾ ആണ്. എന്താണെന്ന് വെച്ചാല് കടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് തിരിച്ചു വരാൻ പറ്റാതെ ആളുകൾക്ക് അപകടം സംഭവിക്കാറുണ്ട് അല്ലെ. നമുക്കൊന്നും വലിയ പ്രോബ്ലം ഇല്ല അല്ലെ. മഴയാണെങ്കിലും വെയിലാണെങ്കിലും എന്താണ് നമ്മൾ എപ്പോഴും നമ്മുടെ വീടിന്റെ അകത്തിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകും തിരിച്ചു വരും. നമ്മൾ അങ്ങനെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തതാണ്. പക്ഷെ ഈ കടലിലൊക്കെ പോയി എന്താണ് മീനൊക്കെ പിടിച്ചു വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ടായാല് അവരെന്താണ് കടലിൽ അകപ്പെട്ട് മരിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതായത് മത്സ്യബന്ധനത്തിൽ പോയ ബോട്ടുകളൊന്നും തിരിച്ചു വരുന്നില്ല എന്നൊക്കെ ചിലപ്പോൾ വാർത്തയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ സംഭവിക്കാറുണ്ട്. സോ ഈ വെതർ ഫോർകാസ്റ്റ് കൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ട്. നമുക്കും അതെ അല്ലെ. ഒരാഴ്ച മഴയായിരിക്കും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വീട്ടിൽ ചെയ്തു തീർക്കാനുണ്ടാവും. സോ അപ്പൊ നമ്മള് എന്താണ് മുന്നേ തന്നെ അതിനുവേണ്ടി റെഡി ആവും, നമ്മൾ പ്രിപ്പയർഡ് ആകും. അതിനു വേണ്ടിയിട്ടാണ് വെതർ ഫോർകാസ്റ്റ് നേരത്തെ തന്നെ തരുന്നത്, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. സോ അഡ്വാൻസ് ഇൻഫർമേഷൻ അബൌട്ട് വെതർ ഈസ് കോൾഡ് വെതർ ഫോർകാസ്റ്റ്. Newspapers, radio and television gives us weather forecast. പത്രത്തിലും റേഡിയോയിലും ടിവിയിലും ഒക്കെ വെതറിനെ കുറിച്ച് നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, വെതർ ഫോർകാസ്റ്റ് അത്രയേ ഉള്ളൂ. അഡ്വാൻസ് ഇൻഫർമേഷൻ അബൌട്ട് വെതർ, ആ വെതർ കണ്ടീഷൻ. നമ്മുടെ കാലാവസ്ഥയെ കുറിച്ചുള്ള നേരത്തെ തന്നെയുള്ള പ്രവചനത്തിനെയാണ് വെതർ ഫോർകാസ്റ്റ് എന്ന് പറയാം. ക്ലിയർ? ദെൻ സീസൺ, നമ്മുടെ സീസൺസിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഓരോരോ സമയത്ത് ഓരോ സീസൺ ആണ് അല്ലെ. നമുക്കറിയാം ഓരോ സമയത്തും ഓരോരോ സീസൺ ആണ് നമുക്ക് ഉണ്ടാകാറ്. സോ the period during which the weather remains almost the same for many days is called a season. Winter, summer and monsoon, the rainy season, are the three main seasons in India. These are the three main seasons in India. ഇന്ത്യയിലുള്ള പ്രധാനമായിട്ടുള്ള 3 സീസണുകൾ ഏതാണെന്ന് നമുക്കറിയാം. വേനല്, മഴ, മഞ്ഞ് അല്ലെ. ഈ 3 സീസൺ ആണ് നമുക്ക് എപ്പോഴും ഉണ്ടാവാറ് അല്ലെ. വേനൽക്കാലം ഉണ്ടാവും, മഴക്കാലവും ഉണ്ടാവും, മഞ്ഞുകാലവും ഉണ്ടാകും. So the period during which the weather remains almost the same for many days is called season. എന്താണ് സീസൺ എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് കാലാവസ്ഥയില് ഒരേ ചേഞ്ച് തന്നെ കുറെ നാള് നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയാ? സീസൺ എന്ന് പറയാം. അതായത് ഇന്നിപ്പോ 2 ദിവസം മഴ പെയ്തു, ഇന്നും നാളെയും മഴ പെയ്തു, ദെൻ നെക്സ്റ്റ് ഡേ വെയിലാണ്. ഇത് മഴക്കാലമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നോ. 2 ദിവസം വെയിൽ കണ്ട ഉടനെ ഇത് വേനൽക്കാലമാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? നോ. കണ്ടിന്യൂസ് ആയിട്ട് എന്താണ്, ഒന്നുകിൽ മഴയാണെങ്കിൽ ഏകദേശം 1, 2, 3 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് മഴയാണെങ്കിൽ വി കോൾഡ് ഇറ്റ് റെയിനി സീസൺ. നമ്മൾ പറയും മഴക്കാലമാണ്. അതായത് വെതറിലുള്ള സെയിം കണ്ടീഷൻ കുറെ ദിവസം ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോ മഞ്ഞാണെങ്കിൽ 1, 2 ദിവസം നല്ല മഞ്ഞാണ്, നമുക്ക് ഇത് ഭയങ്കര മഞ്ഞുകാലമാണ്, മഞ്ഞാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കറിയാം നമ്മുടെ കേരളത്തിലൊക്കെ എന്താണ് പ്രധാനമായിട്ടും നമ്മുടെ നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് പൊതുവെ മഞ്ഞ് തണുപ്പ് കാലം അല്ലെ. ദെൻ ഫെബ്രുവരിയിലും കൂടെ കുറച്ച് തണുപ്പുണ്ടാവും. ദെൻ മാർച്ച്, ഏപ്രിൽ എന്താണ് നമുക്ക് ഏകദേശം മെയ് കൂടെ പറയാം അല്ലെ. മാർച്ച്, ഏപ്രിൽ, മെയ് നമ്മുടെ എന്താണ് ചൂട് കാലമാണ് അല്ലെ. മാർച്ച്, ഏപ്രിലൊക്കെ സമ്മർ ആണ്. ദെൻ ജൂൺ തൊട്ട് അങ്ങോട്ട് എന്താണ് റെയിനി സീസൺ ആണ് അല്ലെ. അതിനെ നമ്മൾ മൺസൂൺ എന്ന് പറയും. ജൂൺ, ജൂലൈയിൽ സ്കൂൾ തുറക്കുമ്പോൾ നല്ല മഴ ഉണ്ടാകാറില്ലേ, അതിനെയാണ്
റെയിനി സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ 1-2 മാസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന വെതറിന്റെ ഒരു അവസ്ഥയാണ് എന്ത് സീസൺ എന്ന് പറയാം. അതായത് ഒരേ സെയിം സിറ്റുവേഷൻ തന്നെ വെതറിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സീസൺ എന്ന് പറയുന്നു. വിന്റർ, സമ്മർ, മൺസൂൺ ആർ ദ മെയിൻ സീസൺസ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലുള്ള പ്രധാനമായിട്ടുള്ള 3 സീസണുകൾ ഏതൊക്കെയാണ്? വിന്റർ, സമ്മർ, മൺസൂൺ. ഓക്കെ. ദെൻ ഇവിടെ എന്താണ്? 3 പിക്ചേഴ്സും തന്നിട്ടുണ്ട്. അതെന്താണ്? എ ട്രീ ഇൻ വിന്റർ സീസൺ. മഞ്ഞുകാലത്ത് ഉള്ള ഒരു മരത്തിന്റെ എന്താണ്? ചിത്രമാണ്. ദെൻ എ ട്രീ ഇൻ സമ്മർ സീസൺ. ചൂടുകാലത്തുള്ള മരത്തിന്റെ ഒരു പിക്ചർ. ദെൻ എ ട്രീ ഇൻ മൺസൂൺ സീസൺ. ഈ 3ലും എന്തൊക്കെ ചേഞ്ചസ് ആണുള്ളത്? ഒന്നാമത്തെ പിക്ചറിൽ എന്താണ് ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത്? എന്താണ്? ഓക്കെ, എന്താണ് മോളെ? ആദ്യത്തെ ട്രീയില് ഇലയില്ല, ഇലയൊന്നും ഇല്ല. ഓക്കെ. രണ്ടാമത്തെ ഇതിൽ എന്തുണ്ട്? രണ്ടാമത്തേല് ഇല പൊഴിയുന്നത്, ഇല പൊഴിഞ്ഞു പോകുന്നുണ്ട് അല്ലേ? മൂന്നാമത്തേൽ എന്താണ്? നിറച്ച് ഇലയുള്ള ഒരു നല്ല മരമുണ്ട് അല്ലേ? അതായത് ഇപ്പോ മഞ്ഞുകാലത്തുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാല് മരത്തിന്റെ ഒക്കെ ഇല പൊഴിയുന്ന ഒരു ടൈമാണ് അല്ലെ? ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഒക്കെ ആവുമ്പോഴാണ് മരത്തിന്റെ ഒക്കെ ഇലകള് പൊഴിഞ്ഞു വീഴാൻ തുടങ്ങുന്നത്. നിഹാര നോക്കുകയാണ് ഏതൊക്കെ മരത്തിന്റെ ഇലയാണ് പൊഴിഞ്ഞിട്ടുള്ളത് എന്നാണ് നിഹാര നോക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? നമ്മുടെ ഈ മഞ്ഞുകാലത്ത് കൂടുതലായിട്ടും ഇലകൾ പൊഴിഞ്ഞു വീഴാറുണ്ട്. ചിലപ്പോ നിങ്ങളുടെ ഒക്കെ സ്ഥലത്തേക്ക് ഈ റബ്ബർ ഒക്കെ ടാപ്പിംഗ് ചെയ്യാറുണ്ടാവും അല്ലെ? ഏകദേശം നമ്മുടെ മലയോര മേഖലയിലൊക്കെ എന്താണ്? റബ്ബർ കർഷകരാണ്. നമ്മളൊക്കെ മെയിൻ ആയിട്ടും റബ്ബർ കൃഷിയിൽ കൂടെ ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലെ? നമ്മുടെ മലയോര സൈഡിലൊക്കെ കൂടുതലും അങ്ങനെയാണ്. അപ്പൊ ഈ ഡിസംബർ ജനുവരി ഒക്കെ ആവുമ്പോൾ നമ്മുടെ റബ്ബർ നമ്മൾ ടാപ്പ് ചെയ്യുമല്ലോ, റബ്ബർ ടാപ്പ് ചെയ്ത് പാലെടുക്കാറുണ്ട്. അപ്പൊ ഈ നല്ല തണുപ്പുള്ള സമയം കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ വിന്റർ സീസൺ ഏകദേശം ഫിനിഷ് ചെയ്യാറാവുമ്പോൾ നമ്മുടെ റബ്ബറിന്റെയും മരത്തിന്റെയും ഒക്കെ ഇലകള് പൊഴിഞ്ഞു വീഴുന്ന സമയമാണ് അല്ലെ? ദെൻ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അത് പുതിയ ഇലകൾ വരും. അതായത് റെയിനി സീസൺ ഒക്കെ തുടങ്ങാനാവുമ്പോഴേക്കും നമ്മുടെ ഇലകൾ ട്രീസിലൊക്കെ ഉണ്ടാവുക നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകളാണ് മരത്തിന്റെ മുകളിലൊക്കെ വരാൻ തുടങ്ങുക. ദെൻ ഏകദേശം സമ്മർ സീസൺ കഴിയാറാകുമ്പോഴാണ് ഈ ഇലയൊക്കെ പൊഴിയാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. സമ്മർ കഴിഞ്ഞിട്ട് വിന്റർ ആവുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് മുഴുവൻ ഇലകളും പൊഴിഞ്ഞു വീണ് ഫിനിഷ് ആവും. ദെൻ റെയിനി സീസണിൽ നല്ല ഇലകളും ഉണ്ടാവും. സോ ജനുവരി ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും, ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി അങ്ങനെ വരുമ്പോഴേക്കും ഏകദേശം വിന്റർ സീസണിൽ മുഴുവൻ ഇലകളും പൊഴിഞ്ഞു വീണിട്ടുണ്ടാവും. ഓക്കെ. അപ്പോ സീസൺ എന്ന് പറഞ്ഞാല് അതാണ്. ചെറിയൊരു നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സയൻസ് അറൗണ്ട് us. Some clouds appear black and some white because light can only pass through thin clouds easily. Light cannot pass through thick clouds. Thick parts where light does not pass throughout appear dark and the parts through which light passes through appear white. എന്താണ്? ചില മേഘങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? കറുത്ത മേഘം കണ്ടിട്ടുണ്ടോ? കറുത്ത കളറിൽ ചിലപ്പോൾ കാണാറുണ്ട്. കണ്ടിട്ടില്ല, നോക്കാത്തോണ്ടാണ് കാണാത്തത്. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാ? മുറ്റത്ത് പോയി ആകാശത്തിലേക്കൊക്കെ നോക്കുക, മേഘങ്ങളൊക്കെ ഉണ്ടോ, എന്തൊക്കെ കളറാണ്. വീട്ടിന്റെ അകത്തുനിന്ന് നോക്കിയാൽ കാണില്ല വിനീറ്റ, പുറത്ത് തന്നെ പോയി നോക്കണം. ഓക്കെ. എന്നിട്ട് ചില മേഘങ്ങൾ കറുത്ത നിറത്തിൽ ഇപ്പൊ സന്ധ്യ ആവുമ്പോഴൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ? വൈകുന്നേര സമയങ്ങളിലൊക്കെ നിഹാര അത് നോക്കാണ്. മേഘങ്ങൾ കറുത്തതാണോ വെളുത്തതാണോ ഇല പൊഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിഹാര കാര്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ചില മേഘങ്ങൾ അങ്ങനെ ഉണ്ടാവും. നിഹാര എവിടെയാണ് ഇരിക്കുന്നത് മോളെ? ഓക്കെ. ദെൻ അപ്പൊ നമ്മൾ പറഞ്ഞത് അതാണ് മേഘങ്ങളെ കുറിച്ച് അല്ലെ? ചില മേഘങ്ങള് കറുത്ത കളറിൽ നമ്മൾ കാണാറുണ്ട്, ചിലത് വെളുത്ത നിറത്തിലും ഉണ്ടാവാറുണ്ട്. ബിക്കോസ് ലൈറ്റ് ക്യാൻ ഓൺലി പാസ് ത്രൂ തിൻ ക്ലൗഡ്സ് ഈസിലി. അതായത് ഈ ലൈറ്റ്, പ്രകാശം എപ്പോഴും വളരെ തിൻ ആയിട്ടുള്ള ക്ലൗഡ്സിൽ കൂടെയാണ് പെട്ടെന്ന് പാസ് ചെയ്യുക. ലൈറ്റ് കനോട്ട് പാസ് ത്രൂ തിക് ക്ലൗഡ്സ്. നല്ല കട്ടിയുള്ള ക്ലൗഡ്സിന്റെ അകത്ത് കൂടെ ലൈറ്റ് എന്താണ് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രകാശം കടന്നു പോകാൻ വേണ്ടി കട്ടിയുള്ള മേഘങ്ങളുടെ ഇടയിൽ കൂടി പ്രകാശം കടന്നു പോകാൻ വളരെ ടഫാണ്. വളരെ തിന്നായിട്ടുള്ള മേഘങ്ങളുടെ ഇടയിൽ കൂടി എന്ത് ചെയ്യും? പെട്ടെന്ന് ലൈറ്റ് കടന്നു പോകും.
thick parts where light does not pass through appear dark. അതായത് മേഘങ്ങളുടെ ഒരുപാട് കട്ടിയുള്ള ഭാഗം, അതായത് ലൈറ്റ് കടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ് ബ്ലാക്ക് കളറിൽ കാണുന്നത്. ലൈറ്റ് ഈസി ആയിട്ട് കടന്നു പോകുന്ന ക്ലൗഡ്സിന്റെ പാർട്ട് എന്ത് ചെയ്യും? വെളുത്ത നിറത്തിലും കാണും. അതുകൊണ്ടാണ് വെളുത്ത നിറത്തിലും കറുത്ത നിറത്തിലും മേഘങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ദെൻ 2-3 വേർഡ്സിന്റെ മീനിങ്ങും കൊടുത്തിട്ടുണ്ട് അല്ലെ. സ്റ്റോം, വെരി ബാഡ് വെദർ വിത്ത് സ്ട്രോങ് വിൻഡ്സ് ആൻഡ് റെയിൻ. നല്ല കാറ്റും മഴയും ഒക്കെയുള്ള ഒരു ബാഡ് വെദർ കണ്ടീഷനെയാണ് എന്ത് നമ്മൾ പറയുന്നത്? സ്റ്റോം എന്ന് പറയുന്നത്. ദെൻ ഫ്ലഡ്, എ ഹ്യൂജ് ഫ്ലോ ഓഫ് വാട്ടർ which fills a dry place. അതായത് ഹ്യൂജ് ഫ്ലോ ഓഫ് വാട്ടർ, നല്ല വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കിനെയാണ് എന്ത്? വെള്ളപ്പൊക്കം, ഫ്ലഡ് എന്ന് നമ്മൾ പറയുന്നത്. സീസൺ, പാർട്ട് ഓഫ് ദ ഇയർ ദാറ്റ് എക്സ്പീരിയൻസസ് എ പാർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വെദർ. ഒരു വർഷത്തിലെ ഒരു പർട്ടിക്കുലർ വെദർ കണ്ടീഷൻ ഫീൽ ചെയ്യുന്ന സമയത്തിനാണ് സീസൺ എന്ന് പറയുന്നത്. Then let us revise എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പോർഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഇത് വായിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, weather changes because of the sun, wind, clouds and rain. Then weather affects our leaves. Advanced information about weather is called weather forecast. Winter, summer and monsoon are the 3 main seasons in India. That means weather changes because of the sun, wind, clouds and rain. We already say that നമ്മുടെ കാലാവസ്ഥ എപ്പോഴും ചേഞ്ച് ആകുന്നത് എങ്ങനെയാണ്? സൂര്യന്റെയും കാറ്റിന്റെയും മേഘങ്ങളുടെയും റെയിനിന്റെയും പ്രസൻസ് കൊണ്ടാണ് നമ്മൾ പറഞ്ഞു അല്ലെ. അത് കഴിഞ്ഞിട്ട് വെദർ അഫക്ട്സ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിനെ എന്ത് കാലാവസ്ഥ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് അല്ലെ. Then advanced information about weather is called weather forecast. നേരത്തെ തന്നെ കാലാവസ്ഥയെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനാണ് എന്ത്? വെദർ ഫോർകാസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. Then winter, summer and monsoon are the main 3 seasons in India. ഇത് മൂന്നുമാണ് നമ്മുടെ ഇന്ത്യയിലെ എന്താണ് പ്രധാനപ്പെട്ട സീസൺ അല്ലെ. എന്താണ് മോളെ? മിസ്സേ, എനിക്ക് ചെറുതായിട്ടേ കേൾക്കുന്നുള്ളൂ. ചെറുതായിട്ടേ കേൾക്കുന്നുള്ളൂ അല്ലേ? അതെന്താണ് അങ്ങനെ? നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ആയോ? ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ പോർഷൻ ഫിനിഷ് ആയി. എന്ത് ചെയ്യാ? നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം. നന്നായി വായിച്ചു നോക്കിയാലേ എന്ത് ചെയ്യുള്ളൂ? മനസ്സിലാവുള്ളൂ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാ. ദെൻ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. ഇത് കഴിഞ്ഞാൽ വരുന്നത് സോയിൽ എന്ന് പറയുന്ന പോർഷൻ ആണ്. ഏകദേശം എല്ലാം സെയിം പോർഷൻ തന്നെയാണ് അല്ലെ. ഏകദേശം വാട്ടറും സോയിലും വെതറും ഒക്കെ ഏകദേശം നമ്മുടെ എന്താണ് ഏകദേശം എല്ലാം റിലേറ്റഡ് ആയിട്ട് പോകുന്ന പോർഷൻസ് ആണ്. ദെൻ ഇതിന്റെ ആക്ടിവിറ്റീസ് ഉണ്ട്, ഹോംവർക്ക് ആയിട്ട് ചെയ്തോളൂ. ഫൺ ടു ലേണിൽ മാച്ച് ദ കോളംസ് ഈസ് യുവർ ഹോംവർക്ക് ആൻഡ് കംപ്ലീറ്റ് ദിസ് ക്രോസ് പാച്ച്. ഈ ക്രോസ് പാച്ച് കംപ്ലീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. ഓക്കെ, ക്രോസ് പാച്ച് എന്തായാലും ചെയ്യാം. ആൻഡ് മാച്ച് ദ കോളമും ചെയ്യാം. എന്നിട്ട് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരും എന്ത് ചെയ്യണം? എനിക്ക് ഇന്ന് തന്നെ സെൻഡ് ചെയ്ത് തരണം എല്ലാവരും. മാച്ച് ദ കോളവും ക്രോസ് പാച്ചും മറക്കാതെ ഹോംവർക്ക് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, മാച്ച് ദ കോളം ആൻഡ് ക്രോസ് പാച്ച്. അറിയുന്നത് ചെയ്യാം, അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. ചെയ്യാതിരിക്കരുത് ഒരാളും. എന്താണ് മോളെ നിഹാര? ആ മോളെ, പേഴ്സണൽ സെൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഗ്രൂപ്പിലാവുമ്പോൾ എന്താണെന്ന് അറിയാം, ഒരുപാട് മെസ്സേജസ് അങ്ങനെ വരുമ്പോ ചിലപ്പോ നമ്മൾ ഏതെങ്കിലും മിസ്സായി പോകും. എന്താണ് മോളെ സെൽന? മിസ് കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് ഇല്ലേ, അതിനകത്ത് 2 എണ്ണം എനിക്ക് നടത്തിന്ന് നോക്കിയിട്ട് ഇതുവരെ കിട്ടിയിട്ടേ ഇല്ല. ബാക്കിയെല്ലാം എനിക്ക് കിട്ടിയിട്ടില്ല. ഏതൊക്കെയാണ് മോൾക്ക് കിട്ടാത്തത്? നമ്പേഴ്സ് പറഞ്ഞേ. ഏതൊക്കെ നമ്പേഴ്സ് ആണ് കിട്ടാത്തത്? 8 ഉം 4 ഉം. 8 ഉം 4 ഉം. ഓക്കെ, നല്ല ഈസി ആണല്ലോ മോളെ. 4 വെരി ഈസി. എ സ്റ്റോം ക്യാൻ അപ്രൂവ് പീസ്. അതായത് ഞാൻ പറയാം,
നമ്മുടെ പോർഷനിലെ വിൻഡ് എന്നുള്ള ഭാഗം വായിച്ചു നോക്കാം കേട്ടോ സെൽന. വിൻഡ് എന്നുള്ള ഭാഗം വായിക്കുമ്പോൾ പെട്ടെന്ന് അത് കിട്ടും. 4 പെട്ടെന്ന് കിട്ടാൻ വിൻഡ് എന്നുള്ള പോർഷൻ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ കിട്ടും. Then 8. The days are long and hot during this season. അല്ലേ? ഈ സീസണിൽ എന്താണ് ദിവസങ്ങൾ വളരെ ചൂടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന സമയം അത് ഏത് സീസൺ ആണ് എന്നുള്ളത് ആണ്. ഓക്കെ, ദെൻ നമുക്കത് കിട്ടിയില്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ എന്തായാലും സെൻഡ് ചെയ്ത് തരുമല്ലോ എല്ലാവരും. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ കിട്ടാത്തതും കിട്ടിയതും ഒക്കെ നമുക്ക് അപ്പോ പറയാം കേട്ടോ മോളെ സെൽന. 4 കിട്ടാൻ എന്ത് ചെയ്യാ, പെട്ടെന്ന് ആ വിൻഡ് എന്നുള്ളത് നന്നായിട്ട് വായിച്ചാൽ തന്നെ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ദെൻ നമുക്കിപ്പോ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കംപ്ലീറ്റ് ആയിരിക്കണം. ദെൻ ഇന്ന് തന്നെ ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരണം. ക്ലാസ്സിലുള്ള മുഴുവൻ പേരും, ഒരാളും സെൻഡ് ചെയ്യാതിരിക്കാൻ പാടില്ല. എല്ലാവരും ചെയ്യുക ഹോംവർക്ക്, എന്നിട്ട് സെൻഡ് ചെയ്ത് തരും കേട്ടോ. ആരോൺ ഒന്നും ഹോംവർക്ക് സെൻഡ് ചെയ്ത് തരാറേ ഇല്ല കേട്ടോ. ഓക്കെ, ദെൻ എന്താണ് മോളെ ആസിയ? മിസ് എനിക്ക് കംപ്ലീറ്റ് ദിസ് ക്രോസ്വേർഡില് രണ്ട് നമ്പർ ഇല്ലേ, രണ്ട് ഇങ്ങോട്ടും ഉണ്ട്, ക്രോസിലും ഉണ്ട്, ഡൗണിലും ഉണ്ട്. അതെന്താ കിട്ടുന്നില്ല? രണ്ടും കിട്ടിയിട്ടില്ല. അതായത് അക്രോസിൽ ടു മച്ച് റെയിൻ കോസ് ദീസ്, ഒരുപാട് മഴ പെയ്യുമ്പോൾ ഇതിന് കാരണമാകും എന്നാണ് പറയുന്നത്. അത് ആദ്യത്തെയാണ്. അക്രോസ് നേരെ എഴുതേണ്ടതാണത്. ഒരുപാട് മഴ പെയ്ത, ഒത്തിരി മഴ ഉണ്ടാവുമ്പോ എന്താ സംഭവിക്കുക, അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാ, നമ്മുടെ പോർഷനിൽ റെയിൻ എന്നുള്ള ഭാഗം വായിച്ചാൽ അതിന്റെ ആൻസർ കിട്ടും. ആസിയ, ദെൻ അഡ്വാൻസ് ഇൻഫർമേഷൻ അബൌട്ട് ദ വെദർ, നമ്മൾ ഇപ്പൊ പഠിച്ചതാണ്. നേരത്തെ തന്നെ കാലാവസ്ഥയെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതാണ്. 2 ഓക്കെ, അതില് നേരത്തെ തന്നെ കാലാവസ്ഥയെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടുന്നതിനെ എന്താണ് പറയാ എന്ന് നമ്മളിപ്പോ പഠിച്ചു. അപ്പം അത് ഒന്ന് വായിച്ചു നോക്കുക. നമ്മുടെ പോർഷൻ നന്നായി വായിച്ചു നോക്കിയാൽ കിട്ടും. എന്നിട്ടും കിട്ടാത്തത് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അല്ലെങ്കിൽ മോള് എന്താണ് ഇന്ന് ഹോംവർക്ക് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരുമ്പോ കിട്ടാത്തതൊക്കെ മിസ് അപ്പൊ എല്ലാവർക്കും പറഞ്ഞു തരാം പേഴ്സണലി. ഓക്കെ, ഇപ്പൊ പറഞ്ഞ എന്താണ്, എല്ലാ ആൻസറും എല്ലാവർക്കും കിട്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ എല്ലാരും ഒന്ന് കണ്ടുപിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ സെൻഡ് ചെയ്ത് തരുന്ന സമയത്ത് തന്നെ കിട്ടാത്തത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ കേട്ടോ മോളെ ആസിയ? ഓക്കെ, എന്നാ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ, നമ്മുടെ ടൈം കഴിഞ്ഞു.